നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തോസ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് രണ്ട് വാർത്തകളാണ് നോക്കുന്നത്. ഒന്ന്, കൊല്ലം തേനി ദേശീയപാതയായിട്ട് ബന്ധപ്പെട്ടൊരു ബൈപ്പാസിന്റെ സംഗതിയാണ്. സത്യത്തിൽ അത് നാട്ടുകാർക്കും ജനങ്ങൾക്കും ഒന്നും എന്താണ് വ്യക്തതയെന്ന് അറിഞ്ഞുള്ളൂ. അതിലേ വരും ഇതിലേ വരും എന്ന് പറയുന്നു. ചിലർക്ക് ചില താല്പര്യങ്ങളുണ്ടെന്ന് പറയുന്നു. എന്തായാലും മുട്ടത്ത് അവിടെ ആ പ്രദേശത്ത് തന്നെ കുറച്ച് അവർക്ക് നഷ്ടപ്പെടുന്ന കൊച്ചു കൊച്ചു വീടുകളുള്ള ദളിതരുള്ള പ്രദേശത്തെ അവർ വലിയ സമരത്തിലാണ്. നേരത്തെ അതുവഴി ഇങ്ങനെ സമരം നടത്തി അങ്ങനെ വരുത്തില്ല എന്നൊക്കെയാണ് എംപിയും MLAയും ഉദ്യോഗസ്ഥരും ഒക്കെ ഉറപ്പ് നൽകിയിരുന്നത്. പക്ഷെ വീണ്ടും അതുവഴിയുള്ള അലൈൻമെന്റ് വരും എന്ന് പറയുന്നു. പക്ഷെ അവിടെ തന്നെ വേറൊരു വിഭാഗം വികസനത്തിന് തടസ്സം നിൽക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് പരസ്പരം വഴിയായിരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിലേതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്കറിഞ്ഞുകൂടാ. എങ്കിലും വികസനം നാടിന് വേണം. പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരാകരുത്. ഇതെപ്പോഴും ബൈപ്പാസ് ആയാലും ഈ വലിയ ഹൈവേകളായാലും വലിയ പ്രോജക്റ്റുകളായാലും വ്യവസായശാലകളായാലും വരുമ്പോൾ അവിടെ എല്ലാം നമ്മൾ പണ്ട് മുതൽ കണ്ടുവരുന്ന ഒരു സംഗതിയുണ്ട്. ഇങ്ങനെ വരാറാകുമ്പോൾ കുറച്ച് റിയൽ എസ്റ്റേറ്റുകാർ പണമുള്ളവരെല്ലാം ആ ഭാഗത്ത് നേരത്തെ വസ്തുവും സാധനമൊക്കെ മേടിച്ചിടും. അത് കഴിയുമ്പോഴത്തേക്ക് വലിയ വില കൂടും. അത്തരം പരിപാടികളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് സമരക്കാർ പറയുന്നത്. ഏതായാലും നമുക്ക് ആ വാർത്തകൾക്ക് പോകാം. അതിനോടൊപ്പം ഉള്ളത് ചെല്ലം അറ്റ് കൊല്ലം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നമ്മുടെ തെന്നാട് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്നിരുന്നു. ആ പരിപാടിയിൽ നമുക്ക് ദുഃഖകരമായി തോന്നിയത്, അത് ഉദ്ഘാടനം ചെയ്യാൻ ഒരു പ്രഗത്ഭ വ്യക്തി വന്നു. അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയപ്പോൾ മൈക്കിന് ചില തകരാറുകൾ കണ്ട് ഒന്ന് നിർത്തി. പിന്നെ രണ്ടാമത് തുടങ്ങിയപ്പം വളരെ മോശമാണ്. കാരണം നമ്മുടെ സദസ്സിലിരുന്ന സ്കൂളിലെ കുട്ടികൾ മുഴുവൻ ഒന്നിച്ച് ഒരേപോലെ ഒരു ബോയ്ക്കോട്ട് ചെയ്യുന്ന പോലെ എണീറ്റ് പോവുകയും അദ്ദേഹം പ്രസംഗം നിർത്തി പ്രസംഗം അവസാനിപ്പിച്ച് സീറ്റിൽ പോയി ഇരിക്കുകയും ചെയ്തൊരു അവസ്ഥയുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികൾക്ക് നല്ലതല്ല. അത് വീട്ടിൽ അവരെ പഠിപ്പിച്ചിടുന്നതാണെങ്കിലും സ്കൂളുകളിൽ അവരുടെ ഒരു സാമൂഹ്യ ബോധത്തിന്റെ പ്രശ്നമാണെങ്കിൽ രണ്ടായാലും അത് അപകടമാണ്. അത് വളരെ വേദനാജനകമായ ഒരു അവസ്ഥയായിപ്പോയി. നമുക്ക് വാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 6,995 രൂപ, പവന് 55,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ടറ. നാളെ നവംബർ 19 ഇന്റർനാഷണൽ മെൻസ് ഡേ, അന്താരാഷ്ട്ര പുരുഷ ദിനമാണ്. ലോക ശൗചാലയ ദിനമാണ്. ശ്വാസകോശ രോഗ ദിനമാണ്. മണികർണക എന്ന ഝാൻസി റാണിയുടെ ജന്മദിനം. എബ്രഹാം ലിങ്കന്റെ ചരിത്രപ്രസിദ്ധമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം, ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെടുന്ന ജനങ്ങളുടെ സർക്കാർ എന്ന പ്രസംഗം നടത്തിയ ദിവസം. ന്യൂയോർക്ക് വേൾഡ് പത്രത്തിൽ ആദ്യമായി കളർ സപ്ലിമെന്റ് അച്ചടിച്ച് പുറത്തിറക്കിയ ദിവസം. ലീഗ് ഓഫ് നേഷൻസിന്റെ ആദ്യ പൊതുയോഗം ജനീവയിൽ ചേർന്ന ദിവസം. മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലായ ഭാസ്കരമേനോൻ രചിച്ച രാമവർമ്മ അപ്പൻ തമ്പുരാൻ ചരമദിനം. തിരുവനന്തപുരം ദൂരദർശൻ പ്രക്ഷേപണം തുടങ്ങിയ ദിവസം. നവംബർ 19 അന്താരാഷ്ട്ര പുരുഷ ദിനം ലോകമെമ്പാടും ആഘോഷിക്കുന്നു. പുരുഷന്മാർ ലോകത്തിനും അവരുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനും നൽകുന്ന പോസിറ്റീവ് മൂല്യം ഉയർത്തിപ്പിടിക്കുകയും പുരുഷന്മാരുടെ ക്ഷേമത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുകയും ചെയ്യുന്നു. 2022 തീം പുരുഷന്മാരെയും ആൺകുട്ടികളെയും സഹായിക്കുക എന്നതാണ്. നവംബർ 19 ആചരിക്കുന്ന അന്താരാഷ്ട്ര പുരുഷ ദിനം പുരുഷന്മാരുടെ ആരോഗ്യം, ലിംഗബന്ധം മെച്ചപ്പെടുത്തൽ, പുരുഷ മാതൃകകളെ ഉയർത്തിക്കാട്ടുക, പുരുഷത്വത്തിന്റെ നല്ല പ്രകടനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഗേ, ബൈസെക്ഷൽ പുരുഷന്മാർ, ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ പുരുഷ സ്വഭാവമുള്ള നോൺ ബൈനറി ആളുകൾ എന്നിങ്ങനെയുള്ള പുരുഷത്വത്തിന്റെ പരമ്പരാഗത പ്രകടനങ്ങളിൽ വീഴാത്ത പുരുഷന്മാരെ തിരിച്ചറിയാനുള്ള അവസരം കൂടിയാണിത്. 1968 ജോൺ പി ഹാരിസ് എന്ന അമേരിക്കൻ പത്രപ്രവർത്തകൻ സോവിയറ്റ് സമ്പ്രദായത്തിലെ സന്തുലിതാവസ്ഥയെ ഉയർത്തിക്കാട്ടുന്ന ഒരു എഡിറ്റോറിയൽ എഴുതി. അത് സ്ത്രീ തൊഴിലാളികൾക്കായി ഒരു അന്താരാഷ്ട്ര വനിതാ ദിനം പ്രോത്സാഹിപ്പിച്ചെങ്കിലും ഒരു പുരുഷ പ്രതിഭയെ നൽകുന്നതിൽ പരാജയപ്പെട്ടു. സ്ത്രീകളെ ആഘോഷിക്കാൻ ഒരു ദിനം വേണമെന്ന് താൻ സമ്മതിച്ചെങ്കിലും കമ്മ്യൂണിസ്റ്റ് സമ്പ്രദായത്തിലുള്ള പോരായ്മയാണ് ആ ദിനമെന്ന് ഹാരിസ് പറഞ്ഞു. 1990കളുടെ തുടക്കത്തിൽ മിസോറി സെന്റർ ഫോർ മെൻ സ്റ്റഡീസിന്റെ ഡയറക്ടർ തോമസ് ഓസ്റ്റർ ഫെബ്രുവരി മാസത്തിൽ ചെറിയ അന്താരാഷ്ട്ര പുരുഷദിന പരിപാടികൾ നടത്താൻ US, ഓസ്ട്രേലിയ, മാൾട്ട എന്നിവിടങ്ങളിലെ സംഘടനകളെ ക്ഷണിച്ചു. ഓസ്റ്റർ 2 വർഷത്തോളം ഈ ഇവന്റുകൾ വിജയകരമായി ആതിഥേയത്വം വഹിച്ചു. എന്നാൽ 1995 അദ്ദേഹത്തിന്റെ ശ്രമത്തിൽ വേണ്ടത്ര പങ്കെടുത്തില്ല. നിരുത്സാഹപ്പെടുത്തിയ അദ്ദേഹം ചടങ്ങ് തുടരാനുള്ള പദ്ധതികൾ നിർത്തി. ഓസ്ട്രേലിയയും ഇത് പിന്തുടർന്നു.
മാൾട്ടയെ ആഘോഷിക്കുന്നത് തുടരാനുള്ള ഏക രാജ്യമാക്കി. 1999 ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ വെസ്റ്റ് ഇൻഡീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജെറോം ടെലിക്സ് ആണ് ഈ ദിനം പുനരുജ്ജീവിച്ചത്. പിതാക്കന്മാർക്കൊരു ദിവസമുണ്ടെങ്കിലും കുട്ടികളില്ലാത്ത ആൺകുട്ടികളും കൗമാരക്കാരുമായ പുരുഷന്മാരെ ആഘോഷിക്കാൻ ഒരു ദിവസമില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പോസിറ്റീവ് പുരുഷ റോൾ മോഡലുകളുടെ പ്രാധാന്യം കൂടാതെ നവംബർ 19 അന്താരാഷ്ട്ര പുരുഷ ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചു. പിതാവിന്റെ ജന്മദിനവും പ്രാദേശിക ഫുട്ബോൾ ടീം അദ്ദേഹത്തെ ഒന്നിപ്പിച്ച ദിവസവും ലോകകപ്പിന് യോഗ്യത നേടാനുള്ള തങ്ങളുടെ ശ്രമങ്ങളുമായി രാജ്യം. പോസിറ്റീവ് റോൾ മോഡലുകളോട് പുരുഷന്മാർ കൂടുതൽ ക്രിയാത്മകമായി പ്രതികരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ പുരുഷ ഐഡന്റിറ്റിയുടെ പോസിറ്റീവ് വശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര പുരുഷ ദിനം സഹായിച്ചു. മുട്ടം വഴി ബൈപ്പാസ് പ്രതിഷേധം ശക്തം. കൊല്ലം തേനി ദേശീയപാതയ്ക്ക് വേണ്ടി പടപ്പക്കര, മുട്ടം, കൊച്ചുകുരാമൂട്, കല്ലടപ്പാടം വഴി ബൈപ്പാസ് നിർമ്മിച്ച് പ്രദേശത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവരുടെയും മറ്റു ബഹുജനങ്ങളുടെയും സമരസംഘടനയായ സേവ് മുട്ടം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കിഴക്കേക്കരയുടെ മുട്ടത്ത് പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് പേർ പ്രകടനത്തിലും യോഗത്തിലും പങ്കെടുത്തു. യാതൊരു പാരിസ്ഥിതിക സാമൂഹ്യ പഠനവും നടത്താതെയാണ് പരിസ്ഥിതി ലോല പ്രദേശമായ മുട്ടത്തുകൂടി 45 മീറ്റർ വീതിയിൽ ബൈപ്പാസ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. 2022 ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭ ഫലമായി ബൈപ്പാസ് നിർമ്മിക്കുന്നില്ലെന്നും നിലവിലുള്ള ദേശീയപാത വികസിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നും അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ പെരിനാട് മുതൽ ചിറ്റുമല വരെയുള്ള സ്ഥലം ഏറ്റെടുത്ത് സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനമുള്ളവരായ ആ പാതയോരത്തെ വമ്പന്മാരുടെ ദുസ്വാധീനം ചെലുത്തി അത് തടയുകയും 2-3 സെന്റ് ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്ന പട്ടികജാതിക്കാരും മത്സ്യത്തൊഴിലാളികളും മറ്റ് പിന്നോക്ക ജാതിക്കാരും അധിവസിക്കുന്ന മുട്ടം പ്രദേശത്തേക്ക് ബൈപ്പാസ് അടിച്ചേൽപ്പിക്കുകയുമാണ് സമരക്കാർ ആരോപിച്ചു. ബൈപ്പാസ് വരുന്നതെന്നറിഞ്ഞ് വെള്ളിമണിലും മറ്റും ബിനാമി പേരുകൾ ഭൂമി വാങ്ങിക്കൂട്ടിയ രാഷ്ട്രീയ നേതാക്കളെയും ഭൂമാഫിയകളെയും സഹായിക്കാനാണ് വികസനത്തിന്റെ മുഖം മൂടി അണിഞ്ഞ തൽപര കക്ഷികൾ ശ്രമിക്കുന്നതെന്നും സമരക്കാർ പറയുന്നു. മുട്ടം മുനമ്പ് ഇടിച്ചു നിരത്തിയും കല്ലടപ്പാളത്തുകൂടി വൻ ബണ്ട് നിർമ്മിച്ചും പ്രകൃതി വിഭവങ്ങളായ പാറയും മണ്ണും ജലവും വൻതോതിൽ ചൂഷണം ചെയ്തും ബൈപ്പാസ് നിർമ്മിച്ചാൽ പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കും. മൺട്രോത്തുരുത്ത് പഞ്ചായത്ത് ബൈപ്പാസ് അതുവഴി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അതുവഴി നിർമ്മിക്കാനുള്ള ശ്രമം അധികൃതർ നടത്തുന്നില്ല. പാവങ്ങളെ കുടിയിറക്കാനായി സർവേ നടത്താൻ വന്നാൽ തടയുമെന്നും ഈ മാസം 22 കളക്ടറുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ മുട്ടത്തെ പാവങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനമുണ്ടായാൽ അതിരൂക്ഷമായ സമരപരിപാടികളായി മുന്നോട്ടു പോകുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. യോഗത്തിൽ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS സജികുമാർ അധ്യക്ഷത വഹിച്ചു. സമിതി കൺവീനറും വാർഡ് മെമ്പറുമായ ഷാജി മുട്ടം ഉദ്ഘാടനം ചെയ്ത് റിട്ടയർഡ് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ MS അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. BJP കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് കല്ലട KS ദാസൻ, RSP നേതാവ് പങ്കജാക്ഷനാചാരി, CPGMB നേതാവ് ADL സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. കല്ലട ഭാസി നന്ദി പറഞ്ഞു. ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എതിരായിട്ടുള്ള പോരാട്ടവുമല്ല, മറിച്ച് പിറന്ന മണ്ണിൽ ജനിച്ചു വീണ മണ്ണിൽ തുടർന്ന് ജീവിച്ച് സന്തതി സന്താനങ്ങളെ പെറ്റുവളർത്തി പോറ്റി വളർത്തി ഈശ്വരൻ വിളിക്കുന്ന സമയത്ത് ഈ നമ്മുടെ പിതൃക്കളെയും പിതാമഹന്മാരെയും ഒക്കെ അടക്കം ചെയ്ത മണ്ണിനോട് അലിഞ്ഞു ചേരാനുള്ള അദമ്യമായ ഒരു ആഗ്രഹത്തിന്റെ, അദമ്യമായ ഒരു അഭിവാഞ്ചയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഇവിടെ നമുക്കറിയാം, കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ഭരണിക്കാവ് വഴി തമിഴ്നാട്ടിലെ കമ്പം തേനി എന്ന് പറയുന്ന സ്ഥലം വരെ പോകുന്ന ഒരു സാധാരണ റോഡിനെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ദേശീയപാത അതോറിറ്റി ദേശീയപാത എന്ന് പേരിട്ടു. അതിന് 183 എന്നൊരു നമ്പറും കൊടുത്തു. ആ സമയത്തെല്ലാം മുട്ടം നിവാസികൾ വളരെ അലസരായി ഇതെല്ലാം കാണുകയായി, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ അതിലേക്ക് നോക്കി കാണുകയായി.
അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. കുട്ടികളെ സ്വതന്ത്രരാക്കാമെന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. കുട്ടികളെ അവരുടെ അഭിരുചിക്കും ചിന്തയ്ക്കും താല്പര്യത്തിനും അനുസരിച്ച് വളരാൻ സമൂഹം അവരെ സ്വതന്ത്രരാക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. വനിതാ ശിശുവികസന വകുപ്പ്, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചെല്ലം അറ്റ് കൊല്ലം ശിശുദിന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ അധ്യക്ഷത വഹിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ സനിൽ വെള്ളിമൺ, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗം F. വിൽസൺ, കുണ്ടറ ഫയർ ആൻഡ് റെസ്ക്യൂ ഹൗസ് ഓഫീസർ സക്കറിയ അഹമ്മദ് കുട്ടി, L. രഞ്ജിനി, AR രഞ്ജന, അലൻ അലക്സാണ്ടർ, ആശാദാസ്, അനിൽകുമാർ, നിഷ R. നായർ, CJ ആന്റണി, S. ദീപക്, K. സോമവല്ലി എന്നിവർ പങ്കെടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംവദിക്കാം. ഒരു അധ്യാപകൻ ഭയങ്കര കോപിഷ്ഠനാണ് അദ്ദേഹത്തിന്റെ ഒഴിവു സമയങ്ങളിൽ അദ്ദേഹം കുട്ടികൾക്ക് സൗജന്യമായി ട്യൂഷൻ എടുത്ത് കൊടുക്കാറുണ്ട്. സഹിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഒരാൾ മാത്രം, ഒരു കുട്ടി മാത്രം ശ്രദ്ധിക്കാതിരിക്കുകയാണ്. ട്യൂഷനിൽ ക്ലാസ്സൊന്നും ശ്രദ്ധിക്കുന്നില്ല, നമ്മളെപ്പോലെ തന്നെ. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. അപ്പോൾ ദേഷ്യം പിടിച്ച് വന്ന് അദ്ദേഹം ഈ കുട്ടിയുടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അവൻ ഭൂപടം ഇങ്ങനെ നോക്കുകയാണ്. അവന്റെ ശ്രദ്ധ മുഴുവൻ ഭൂപടത്തിലാണ്. അദ്ദേഹം അത് വലിച്ചു ചുരുട്ടി എറിഞ്ഞു. അല്ലേ, നമ്മുടെ അധ്യാപകരൊക്കെ പെട്ടെന്ന് അങ്ങനെയാ ചെയ്യാം. കുറച്ച് അദ്ദേഹം എന്നിട്ട് ഇറങ്ങിപ്പോയി, കുറച്ച് വർക്ക് ചെയ്യാനും കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഈ കുട്ടി ഇതേപോലെ തന്നെ പിന്നെയും ഈ ഭൂപടം എടുത്തു വെച്ച് നോക്കുകയാണ്. അദ്ദേഹം ഉടൻ തന്നെ കോപിഷ്ഠനായി ആ ഭൂപടം കീറി എറിഞ്ഞു കളഞ്ഞു, എന്നിട്ട് ഇറങ്ങിപ്പോയി. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പരിപാടിയിൽ കുറച്ചൊരു 5 മിനിറ്റ് നേരമെങ്കിലും നിങ്ങളുമായിട്ട് സംവദിക്കണമെന്ന് കരുതിയതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നമ്മൾ യാത്ര തുടരേണ്ടത്. കൈകളിടുക, ഇത് പെട്ടെന്ന് ലോക്ക് ചെയ്യുക. ഇത് ധരിച്ചുകൊണ്ട് പോയാൽ നമ്മൾ വെള്ളത്തിന്റെ മുകളിൽ തന്നെ ഒരു അപകടം പറ്റിയാൽ കാണും. നമുക്ക് രക്ഷാദൗത്യത്തിൽ ഏർപ്പെടാം. തൊട്ടടുത്ത ഏജൻസികൾ തന്നെ ലൈഫ് ബോയ് എന്ന് പറഞ്ഞ ഒരു വട്ടത്തിലുള്ള ഒരു സാധനം ഇട്ടുതരും. അതിലേക്ക് നമ്മൾ പിടിക്കുക. ഒരു റോപ്പിന്റെ സഹായത്തോടെ ഇദ്ദേഹത്തിന് നമുക്ക് കരയ്ക്ക് എത്തിക്കാം. സാധാരണ ഒരു പ്രിക്കോഷൻസ് ആണ് നമ്മൾ ഈ പറയുന്നത്. കയറുന്നതിന് മുന്നേ തന്നെ ഇത് ചെയ്യണം. നമ്മുടെ ഏറ്റവും വലിയ ടൂറിസം മേഖലയാണ് തൊട്ടടുത്തുള്ള ഏതാണ്? മൺട്രോത്തുരുത്ത് അല്ലേ? മൺട്രോത്തുരുത്തിൽ ജലാശയവുമായി ബന്ധപ്പെട്ടുള്ള വിനോദസഞ്ചാരം. തൊട്ടടുത്ത് വേറെ ഏതാണ്? സാമ്പ്രാണിക്കുടി. ഇവിടെയൊക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ.
കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഇളമ്പള്ളൂർ പഞ്ചായത്തിലെ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് SD അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലുള്ള വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കുട്ടികളുടെ ഹരിതസഭയിൽ പങ്കെടുത്തു. ശുചിത്വ പ്രതിജ്ഞയോടെ സഭ തുടങ്ങി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയകുമാരി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർപേഴ്സൺ CM സെയ്ഫ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അസിസ്റ്റന്റ് സെക്രട്ടറി അജിത്, BEO രാകേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ വിഷ്ണു, വാർഡംഗം ഗീതാ മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് പഞ്ചായത്ത് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ഓരോ സ്കൂളിനെയും പ്രതിനിധീകരിച്ച് കുട്ടികൾ അവരുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. കുട്ടികളുടെ ഹരിതസഭയിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കൂളിനും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നിങ്ങളിപ്പോൾ ഒരു പ്രതിജ്ഞ എടുത്തു അല്ലേ? കേൾക്കുന്നുണ്ടോ? ഇന്ന് എന്താണ് നമ്മളിവിടെ വന്നത് എന്ന് മനസ്സിലായോ? എന്തിനാണ് നമ്മൾ വന്നതെന്ന്? ഹരിതസഭ. ഗ്രാമസഭ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ഗ്രാമസഭയെ പോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള കുഞ്ഞുങ്ങളുടെ ഒരു സഭയാണ് ഹരിതസഭ, അല്ലേ? ഈ ഹരിതസഭ എന്തിനാ നമ്മൾ ഇന്നിവിടെ കൂടുന്നത്? നമ്മുടെ പഞ്ചായത്തിലെ ആരോഗ്യപരമായ ശുചിത്വപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാനും അത് സ്വരൂപിക്കുവാനും അത് സ്വരൂപിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഹരിത ആരോഗ്യ ശുചിത്വ മേഖലയിലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ മുഖവിലേക്കെടുത്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പരസ്പരം വർത്തമാനം പറഞ്ഞുകൊണ്ട് അത് നമ്മൾ മിനിറ്റ്സ് ചെയ്തിട്ട് നമ്മൾ പഞ്ചായത്തിൽ പദ്ധതി രൂപീകരിക്കുമ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യും. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഹരിതസഭയുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാംസുകൾ നമ്മൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് മുന്നോട്ട് കൊടുക്കും. ഇപ്പം എന്തിനാ നിങ്ങൾ വന്നതെന്ന് മനസ്സിലായോ? ഗ്രാമസഭയിൽ ആൾക്കാർ എന്തിനാ പോകുന്നത്? ഓരോ വാർഡിലെയും ഗ്രാമസഭാംഗങ്ങൾ വാർഡിലെ കാര്യങ്ങൾ, ഓരോ പൗരൻ്റെയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഗ്രാമസഭയിൽ ആ പ്രദേശത്തെ മനുഷ്യരുടെ ചുറ്റുപാടുകളുടെ അഭിപ്രായങ്ങൾ വർത്തമാനം പറയുന്നതിനാണ് ഗ്രാമസഭയിൽ പോകുന്നത്. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. ഇതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുക്കളും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായി സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിനിൽ നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. KPMS നിൽപ്പ് സമരം നടത്തി. ഖാദർ കമ്മീഷൻ ശുപാർശ നടപ്പിലാക്കുക. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് കുടിശ്ശിക അടിയന്തരമായി നൽകുക. വിദ്യാർത്ഥികളുടെ ഗ്രാന്റുകളും വിവിധ സ്കോളർഷിപ്പുകളും കാലോചിതമായി വർദ്ധിപ്പിക്കുക.
ഭവന നിർമ്മാണത്തിനുള്ള തുക 10 ലക്ഷമായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPMS കുണ്ടറ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ പള്ളിമുക്ക് ജംഗ്ഷനിൽ നിൽപ്പ് സമരം നടത്തി. യൂണിയൻ പ്രസിഡന്റ് ഇളമ്പള്ളൂർ തുളസീധരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി NT വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഖജാൻജി മധു തെറ്റിച്ചിറ, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി S സുധീർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KB വിജയകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M സബ്ജു, K ദിവാകരൻ, E സുദർശനൻ, സുനിൽ രാജ്, സന്തോഷ് തണ്ണിക്കോട് എന്നിവർ സംസാരിച്ചു. യൂണിയൻ സെക്രട്ടറി അശോകൻ അശ്വതി ഭവനം സ്വാഗതവും വൈസ് പ്രസിഡന്റ് ആനന്ദബാബു നന്ദിയും പറഞ്ഞു. രൂപ നിശ്ചയിച്ചിട്ടുള്ളത് 2016 ഒരാളുടെ ഒരു തൊഴിലാളിയുടെ കൂലി എത്രയെന്ന് ചോദിച്ചാൽ ഒരു മെയ്സൺ വീട് നിർമ്മാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മെയ്സൺ തൊഴിലാളികളാണ്. കേരളത്തിലെ ഒരു മെയ്സണ് അന്ന് കൊടുത്തുകൊണ്ടിരുന്നത് 800 രൂപ കൂലിയാണ്. ഇന്ന് 2016 ശേഷം ഇപ്പോൾ 2024 വന്നപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 1200 രൂപ കൂലി കൊടുക്കണം. അപ്പോൾ 400 രൂപ ഏറ്റവും മിനിമം ഒരു തൊഴിലാളിയുടെ കൂലി വർദ്ധിച്ചിരിക്കുകയാണ്. അന്ന് 2016 കമ്പിയുടെ വിലയല്ല ഇന്നുള്ളത്, 2016 സിമെന്റിന്റെ വിലയല്ല ഇന്നുള്ളത്. 2016 ഒരു ലോഡ് മണലിന് ഒരു ലോഡ് കല്ലിന് കൊടുക്കേണ്ട റേറ്റല്ല ഇന്നുള്ളത്. അതിലെല്ലാം 2 ഇരട്ടി 3 ഇരട്ടി വില വർധന ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 4 ലക്ഷം രൂപ കൊണ്ട് ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ഭവന നിർമ്മാണത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഖ്യ അത് 10 ലക്ഷമാക്കി ഉയർത്തണമെന്ന് അത് കേരളത്തിലെ അന്ന് മന്ത്രിയായിരുന്ന സഖാവ് രാധാകൃഷ്ണനെ നേരിട്ട് കണ്ട് ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം അത് അനുഭവപൂർവ്വം പരിഗണിക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് നടപ്പിലാക്കിയിട്ടില്ല നാളിതുവരെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പട്ടിക ജനതയുടെ നാനാവിധ വിഷയങ്ങൾ ഞാൻ 1-2 വാക്യങ്ങൾക്ക് ശേഷം സംസാരിക്കുന്നു. കരാട്ടെ ക്ലബ്ബ് വാർഷികവും അനുമോദനവും. ജയ് ഭാരത് കരാട്ടെ ക്ലബിന്റെ 12ാം വാർഷികവും ബെൽറ്റ് സർട്ടിഫിക്കറ്റ് വിതരണവും അനുമോദനവും നടന്നു. പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു. ടീം മാനേജർ MB ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ഹാൻഷി R നടരാജ് ബെൽറ്റുകളും കേണൽ സുനിൽ കുമാർ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സിസ്റ്റർ ഡാഫിൻ മേരി, പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ T രേഖ, ജയ് ഭാരത് കരാട്ടെ ചീഫ് കോച്ച് വിനീത് എന്നിവർ സംസാരിച്ചു. സെമിനാർ നടത്തി. നവോത്ഥാന മുന്നേറ്റവും കർഷക തൊഴിലാളി പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ കർഷക തൊഴിലാളി യൂണിയൻ കുണ്ടറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ നടത്തി. പുരോഗമന കലാ സാഹിത്യ സംഘം കുണ്ടറ ഏരിയ പ്രസിഡന്റ് G സുശീല വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് P ജഗന്നാഥൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി L അനിൽ സ്വാഗതം പറഞ്ഞു. കമലാസനൻ, R സുദർശനൻ എന്നിവർ സംസാരിച്ചു. MK കൃഷ്ണൻ അനുസ്മരണത്തിന്റെ ഭാഗമായിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത്. മാവില്ലാത്ത വീടുകൾ പണ്ട് ഉണ്ടായിരുന്നില്ല. ഇന്ന് പല കുട്ടികൾക്കും മാവ് എന്ന വൃക്ഷത്തെക്കുറിച്ചും അറിയില്ല.
മാവും മാമ്പഴവും പഴയ തലമുറയിലെ മലയാളിയുടെ കുട്ടിക്കാലത്തിന്റെ മധുരമൂറുന്ന സ്മരണകളാണ്. മാവിനെ നോക്കി നിൽക്കാൻ തന്നെ എന്ത് സുഖമാണ്. മാവിന്റെ ഇലകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ തളിരിലകൾക്ക് ചുവപ്പ് നിറമാണെങ്കിലും ക്രമേണ അത് പച്ച നിറമായി മാറും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മാവൊരു നിത്യഹരിത വനവൃക്ഷമാണ്. നിത്യഹരിത വനങ്ങളിലെ മരങ്ങൾ തലപ്പുകൾ പരത്തി മേൽക്കട്ടികൾ ഉണ്ടാക്കുന്നു. ഇടതൂർന്ന ഇത്തരം മേൽക്കട്ടികൾ താഴെ വളരുന്ന മറ്റു മരങ്ങൾക്ക് വളരെ കുറച്ച് വെളിച്ചം മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം വൃക്ഷങ്ങൾ മേൽക്കട്ടിയിലൂടെ അരിച്ചു താഴേക്ക് വരുന്ന സൂര്യരശ്മികളെ പ്രയോജനപ്പെടുത്തും. അത്തരം മരങ്ങൾ താഴേക്ക് വരുന്ന സൂര്യരശ്മികളെ പ്രയോജനപ്പെടുത്താൻ പറ്റിയ സൂത്രമാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ ആദിരശ്മികൾ നീലരശ്മികളാണ്. അവയിലെ ഊർജം പിടിച്ചെടുക്കാൻ ചുവപ്പ് നിറത്തിനെ കഴിയൂ. അതുകൊണ്ട് ഏറ്റവും പൊക്കത്തിൽ വളരുന്ന കൊമ്പുകളിലെ ആദ്യ പത്രങ്ങൾ ചുവപ്പ് നിറമായാൽ മതി. അതാണ് നിത്യഹരിത വൃക്ഷങ്ങളിൽ മിക്കവയും കുരുനിലകൾ ചുവപ്പ് വർണ്ണത്തിലായിരിക്കുന്നത്. ഈ നിറത്തിന് കാരണം ആന്തോസയാനിൻ എന്ന വർണ്ണബിന്ദുക്കളാണ്. ഇവ നീലവെളിച്ചത്തിലെ ഊർജം പിടിച്ചെടുത്ത് ഹരിതബിന്ദുക്കൾക്ക് കൊടുക്കും. അവ പ്രകാശ സംശ്ലേഷണം വഴി ഭക്ഷണം നിർമ്മിക്കും. ഈ കുരുനിലകൾ വളർച്ച പ്രാപിക്കുമ്പോൾ അവയിലെ ചുവപ്പ് വർണ്ണബിന്ദുക്കൾ അപ്രകാശിതമാവുകയും ഹരിതബിന്ദുക്കൾ പ്രകടമാവുകയും ചെയ്യും. അങ്ങനെയാണ് ഇലകളുടെ നിറം മാറ്റം സംഭവിക്കുന്നത്. മേജർ അജീഷിന് ജന്മനാട്ടിൽ സ്വീകരണം നൽകി. സൈനിക ഓഫീസർ മേജർ എം അജീഷിന് ചെറുമൂട് ത്രിവേണി ബോയ്സിന്റെയും ഹരിത നഗർ റെസിഡൻസ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ ജന്മനാട്ടിൽ സ്വീകരണം നൽകി. ഡെപ്യൂട്ടി കളക്ടർ എഫ് റോയികുമാർ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് മാധവം അധ്യക്ഷത വഹിച്ചു. മേജർ എം അജീഷ്, മന്നം സാംസ്കാരിക സമിതി പ്രസിഡന്റ് എം പി മധുപാൽ, പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ, CPM ഏരിയ സെക്രട്ടറി SL സജികുമാർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ, അഡ്വക്കേറ്റ് R സേതുനാഥ്, C മഹേശ്വരൻ പിള്ള, ഹരിതനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് B ശ്രീകുമാർ, ഇളമ്പള്ളൂർ SN SMHSS പ്രിൻസിപ്പൽ B അനിൽകുമാർ, കരാട്ടെ ബുദോക്കാൻ ചീഫ് ഇൻസ്ട്രക്ടർ PC സുധാകരൻ പിള്ള, SPC പരിശീലകൻ ഡാനിയൽ കല്ലുംപുറത്ത്, അഭിലാഷ് കീഴൂട്ട്, ഹരിതനഗർ സെക്രട്ടറി P സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കുണ്ടറ സ്വദേശിനി UK യൂത്ത് പാർലമെന്റിൽ അംഗമായി. കുണ്ടറ സ്വദേശിനി UK യൂത്ത് പാർലമെന്റിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. കൊല്ലം കുണ്ടറ സ്വദേശിനി 16 വയസ്സുകാരി അംന സഫയ തടത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. നവംബർ 14 ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നത്. സ്കോട്ട്ലാൻഡ് ലോത്തിയാൻ ഡിവിഷനിൽ നിന്നാണ് അംന വിജയിച്ചത്. കുണ്ടറ ഇളമ്പള്ളൂർ തളത്തിൽ വീട്ടിൽ തളത്തിൽ അൻസറിന്റെയും മലപ്പുറം നിലമ്പൂർ പതാർ പൂക്കോടൻ ഉമയറത്തിന്റെയും മകളാണ് അംന. നിലവിൽ സ്കോട്ട്ലാൻഡ് യൂത്ത് പാർലമെന്റ് അംഗവും വിദ്യാഭ്യാസ സബ് കമ്മിറ്റി അംഗവുമാണ്. ഇംഗ്ലണ്ട്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പിലൂടെയും സ്കോട്ട്ലാൻഡ് യാർഡിൽ നിന്നും സ്കോട്ട്ലാൻഡ് യൂത്ത് പാർലമെന്റ് അംഗങ്ങളിൽ നിന്നും വോട്ടെടുപ്പിലൂടെയുമാണ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. 203 മണ്ഡലങ്ങളിൽ നിന്നും വോട്ടെടുപ്പിലൂടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നും നോമിനേറ്റ് ചെയ്തു. UK-യിൽ സ്ഥിര താമസക്കാരായ 11-നും 18-നും ഇടയിൽ പ്രായമുള്ള 300 പേരെയാണ് അംഗങ്ങളായി തെരഞ്ഞെടുക്കുന്നത്. UK പാർലമെന്റിൽ ലോവർ സഭയായ ഹൗസ് ഓഫ് കോമണിൽ വെച്ചാണ് വാർഷിക സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. എഡിൻബർഗ് ഹിർഗിൽ ഹൈസ്കൂളിൽ S5 വിദ്യാർത്ഥിനിയാണ് അംന സഫ. ഇതേ സ്കൂളിലെ S1 വിദ്യാർത്ഥിനി അദ്നാൻ അഹമ്മദ് തളത്തിൽ സഹോദരനാണ്. 2ാം തവണയാണ് അംന തെരഞ്ഞെടുക്കപ്പെടുന്നത്. അധ്യാപക ഒഴിവ്. ഇളമ്പള്ളൂർ ഗവൺമെന്റ് KGV UP സ്കൂളിൽ UP വിഭാഗത്തിൽ 2 അധ്യാപകരുടെ താത്കാലിക ഒഴിവുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 19-ന് ചൊവ്വാഴ്ച രാവിലെ 10:30-ന് ഓഫീസിൽ എത്തിച്ചേരണം. പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ പദ്ധതി കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് അഡ്വക്കേറ്റ് TC വിജയൻ. പ്രോവിഡന്റ് ഫണ്ട് 1995 നടപ്പാക്കിയ PF പെൻഷൻ പദ്ധതി പ്രകാരം റിട്ടയർ ചെയ്യുന്ന തൊഴിലാളിക്ക് 1000 രൂപയോ അതിൽ താഴെയോ ആണ് മിനിമം പെൻഷനായി ലഭിക്കുന്നത്. ഇത് പരിഹരിക്കണമെന്ന് UTOC സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TC വിജയൻ ആവശ്യപ്പെട്ടു. മിനിമം പെൻഷൻ വാങ്ങുന്ന തൊഴിലാളികൾക്ക് മറ്റ് യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. 60 വയസ്സ് കഴിഞ്ഞ കേരളത്തിലെ എല്ലാ ആളുകൾക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരം 1600 രൂപ ലഭിക്കും. പെൻഷൻ പറ്റുന്നവർക്ക്
യാതൊരു TA മറ്റ് ചികിത്സാ സഹായമോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല. അതിനാൽ PF നിയമം കാലോചിതമായി പരിഷ്കരിച്ച് തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യം ലഭ്യമാക്കാൻ PF പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വ യോഗത്തിൽ ചിന്നക്കടയിൽ നടത്തിയ പ്രതിഷേധ സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ജപ്പാൻകാരനായ ഒരു എഞ്ചിനീയറുമായി കഴിഞ്ഞ ദിവസം യാദൃച്ഛികമായി സംസാരിക്കുകയുണ്ടായി ഞാൻ. അയാളുടെ ഇംഗ്ലീഷ് എന്റേതുപോലെ തന്നെ അത്ര നല്ലതായിരുന്നില്ല. ജപ്പാൻകാരുടെ താരതമ്യേന കുറഞ്ഞ ഇംഗ്ലീഷ് ഭാഷാ വൈദഗ്ധ്യത്തെ പറ്റി പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, നോക്കൂ സാർ, ഞാനൊരു എഞ്ചിനീയർ ആണ്. കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ കട്ടകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥനുമാണ്. നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്താണ് വേണ്ടത്? നല്ല ഇംഗ്ലീഷോ അതോ നല്ല ബ്രിക്കോ? നിസ്സാരമെന്ന് തോന്നാവുന്ന എത്ര ശക്തമായ ചോദ്യമെന്ന് ഞാൻ അതേപ്പറ്റി ആലോചിച്ചിരിക്കെ അദ്ദേഹം വീണ്ടും ചോദിച്ചു, യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം എന്താണ് ലക്ഷ്യം വെക്കേണ്ടത്? നല്ല ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ളവരെ സൃഷ്ടിക്കലാണോ അതോ താൻ ചെയ്യുന്ന കാര്യം കൃത്യതയോടെയും മാനവികമായും ചെയ്യാൻ കഴിയുന്ന കാര്യക്ഷമതയുള്ള മനുഷ്യരെ സൃഷ്ടിക്കലോ? കേരളത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ചർച്ചകൾ നടക്കുകയാണല്ലോ ഇപ്പോൾ. ലോകത്തിലെ എല്ലാ വികസിത സമൂഹങ്ങളും വികസിച്ചിട്ടുള്ളത് അവരവരുടെ മാതൃഭാഷയിലാണ് എന്ന ചരിത്രാനുഭവം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ അധ്യയന മാധ്യമത്തെ പറ്റി ഒരു തീർപ്പിലെത്താൻ നമ്മെ സഹായിക്കും. ആ ജപ്പാനി എഞ്ചിനീയറുടെ ചോദ്യം ഞാൻ കേരളത്തിന് മുൻപിൽ വയ്ക്കുകയാണ്. നാം എന്താണ് ശരിക്കും ലക്ഷ്യം വെക്കേണ്ടത്? ഇംഗ്ലീഷിനെയോ അതോ മാനവികതയും കാര്യക്ഷമതയുമുള്ള ആഗോള മനുഷ്യരെയോ? K. ജയദേവൻ. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ള 11 ഹ്രസ്വചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. 6 മുതൽ നോട്ടം വരെയുള്ള ചിത്രങ്ങൾ അത് നിങ്ങൾ കാണണം. നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ അതിന് കാണിച്ചു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒരു മാസം ഒരു ഹ്രസ്വചിത്രം, ഒരു വർഷം 12 ഹ്രസ്വചിത്രം എന്ന ലക്ഷ്യത്തിലേക്ക് ലൈല ക്രിയേഷൻസ് എത്തുകയാണ്. ഇതിനുവേണ്ടി ഞങ്ങളെ സഹായിച്ച കുറേയധികം പേരുണ്ട്. വളരെ കുറച്ച് പേർ, ഇതിൽ എണ്ണാവുന്നവർ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നവരുണ്ട്, അല്ലാതെ ദൂരെ നിന്ന് സഹായിച്ചവരും ഒക്കെ ഉണ്ട്. എല്ലാവരെയും ഒന്നിച്ചു കൂട്ടാൻ ഒരു വലിയ കുടുംബ സംഗമം പോലെ ഇതിൻ്റെ ഒരു 12ാമത്തെ പരിപാടി ഇത്തിരി വിപുലമായി നടത്താനാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം, ആലോചന. ഡിസംബർ മാസം 29-ാം തീയതി ആശുപത്രികളിലെ വീണസ് കോളേജിലാണ് ആ മെഗാ ഈവന്റ് ആലോചിക്കുന്നത്. സിനിമയിൽ അഭിനയിച്ച മുഴുവൻ പേരും, സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെ എല്ലാവരെയും അവരുടെ കുടുംബം, ഞങ്ങളുടെ ഒപ്പം നിന്ന എല്ലാവരുടെയും കുടുംബം, സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ളവരുടെ എല്ലാം കുടുംബ സംഘമാണ് ആലോചിക്കുന്നത്. നിങ്ങളും തീർച്ചയായും ആ ദിവസം വരികയും ആ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.